നമസ്കാരം. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ഗൺമാന്മാർക്ക് മുൻകൂർ ജാമ്യം. 5 പ്രതികൾക്കും മുൻകൂർ ജാമ്യം ലഭിച്ചു. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസിൻ്റെതാണ് ഉത്തരവ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സന്ദീപ് എസ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. അടിക്കുന്ന ദൃശ്യങ്ങളില്ലല്ലോ എന്ന് കോടതി ചോദിച്ചിരുന്നു. മർദ്ദന ദൃശ്യങ്ങൾ കോടതി പലതവണ കണ്ടു. വധശ്രമ കുറ്റം ചുമത്തിയ SIT നടപടിയെ കോടതി ചോദ്യം ചെയ്തു. തല ലക്ഷ്യം വെച്ചാണ് ഗൺമാന്മാർ മർദ്ദിച്ചതെന്ന് ഉറപ്പുണ്ടോ എന്ന് കോടതി ചോദ്യം ഉന്നയിച്ചു. പെട്ടെന്നുള്ള പ്രതികരണമല്ലേ ഉണ്ടായതെന്നും ഇത്തരം പ്രതിഷേധം ഉണ്ടാവുമെന്ന് ഗൺമാന്മാർക്ക് മുൻകൂട്ടി അറിയുമായിരുന്നോ എന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിരുന്നോ എന്നും കോടതി ചോദിച്ചു. മെഡിക്കൽ റിപ്പോർട്ട് കിട്ടും മുൻപ് ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചേർത്തതിനെതിരെ വിമർശനമുയർന്നിരുന്നു. മെയ് 30 ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ഉണ്ടായിരുന്നത്. എന്നാൽ ചുരുങ്ങിയ സമയപരിധിയിൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്തത് എന്തിനെന്നും കോടതി ചോദിച്ചിരുന്നു. പ്രതികൾ ജാമ്യാപേക്ഷ കൊടുത്ത സമയത്ത് ജാമ്യം കിട്ടുന്ന വകുപ്പുകളായിരുന്നു ചുമത്തിയത്. ജാമ്യം കിട്ടിയാൽ ജാമ്യം റദ്ദാക്കാനുള്ള അപേക്ഷ നൽകി അത് ചെയ്യണം. അതാണ് നടപടിക്രമം. 308 വകുപ്പ് കൂടി ചേർത്തതിലല്ല, ചേർത്ത രീതിയിലാണ് എതിർപ്പ്. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങൾ ആവർത്തിച്ച് കണ്ട കോടതി ദൃശ്യങ്ങൾക്ക് വ്യക്തത കുറവുണ്ടെന്നും പറഞ്ഞു. തലക്കടിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാനില്ലെന്നും വാഹനത്തിൽ നിന്ന് ഗൺമാന്മാർ ഇറങ്ങുന്നത് കാണാനാകുന്നില്ലെന്നും കോടതി പറഞ്ഞു. മർദ്ദനമുണ്ടായില്ലെന്ന് പറയാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. തല ലക്ഷ്യം വെച്ചാണ് മർദ്ദനമുണ്ടായതെന്ന് എങ്ങനെ പറയാനാകുമെന്ന് ചോദിച്ച കോടതി കുനിഞ്ഞതുകൊണ്ടല്ലേ അത്തരത്തിൽ അടിയേറ്റതെന്നും ചോദിച്ചിരുന്നു. ജാമ്യം ലഭിക്കുക എന്നത് പ്രതികളുടെ ഭരണഘടനാ അവകാശമാണ്. നിയമം അന്ധനല്ല. ജാമ്യം ലഭിച്ചുവെങ്കിൽ കോടതിയിൽ അപേക്ഷ നൽകി റദ്ദാക്കാൻ ശ്രമിക്കണമായിരുന്നു. ആലോചിക്കാതെ വകുപ്പുകൾ ചേർക്കുകയല്ല വേണ്ടത്. ഒരു തവണ ജാമ്യം കിട്ടിയാൽ എല്ലാം അവസാനിച്ചു എന്നല്ല കരുതേണ്ടത്. പ്രതികൾ മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുത്തതല്ലെന്ന് വാദിഭാഗം അറിയിച്ചു. അവർക്ക് ആ ആയുധം എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ച ആയുധമല്ല മർദ്ദനത്തിന് ഉപയോഗിച്ചതെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച് നൽകിയ ലാത്തിയാണ് ഗൺമാന്മാർ ഉപയോഗിച്ചു എന്നും പ്രതിഭാഗം വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി ന്യായീകരിച്ച ഈ കേസിൽ അട്ടിമറി നടന്നതായി SIT വ്യക്തമാക്കിയിരുന്നു. ADGPയുടെ ഓഫീസിൽ റിപ്പോർട്ട് തിരുത്തിയെന്ന് ACT കോടതിയിൽ വ്യക്തമാക്കിയുണ്ടായി. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയത് വസ്തുതാപരമായ റിപ്പോർട്ട് മാത്രമാണെന്നും പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ മാത്രമാണ് ലഭ്യമെന്ന് തിരുത്തിയെന്നും SIT പറയുന്നു. പോലീസ് ഫോട്ടോഗ്രാഫർ സംഭവ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് റഫർ റിപ്പോർട്ടിൽ എഴുതി ചേർത്തിരുന്നു. 2023 ഡിസംബറിലാണ് സംഭവം ഉണ്ടായത്. ഡിസംബർ 15 ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസിന് നേരെ പ്രതിഷേധമുയർത്തിയതിന്റെ പേരിൽ അന്നത്തെ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരെ പിണറായി വിജയന്റെ ഗൺമാനും അകമ്പടി സേനയും ചേർന്ന് മർദ്ദിച്ചെന്നാണ് കേസ്. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നാണ് ഗൺമാന്മാർ പ്രതിഷേധക്കാരെ മർദ്ദിച്ചത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുക മാത്രമാണ് ഗൺമാന്മാർ ചെയ്തതെന്നും അതൊരു രക്ഷാപ്രവർത്തനമാണെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി ഗൺമാന്മാരുടെ നടപടിയെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ കോൺഗ്രസ് നേതാക്കൾ വലിയ പ്രതിഷേധമുയർത്തി. പോലീസ് നടപടി എടുക്കാതിരുന്നതിനെ തുടർന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കോടതിയെ സമീപിച്ചു. തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ഗൺമാന്മാർക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു.